നമസ്കാരം. 2025 വർഷം അവസാനിക്കുകയാണല്ലോ. ഈ വർഷത്തെ ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം ആർക്കാണ് അർഹത? രണ്ടുപേര് തമ്മിൽ കടുത്ത പോരാട്ടമാണെന്ന കാര്യത്തിൽ തർക്കമില്ല. അതൊന്ന് ഇന്ത്യൻ ടീമിൻ്റെ നായകൻ ശുഭ്മൻ ഗില്ലാണ്, മറ്റൊരാൾ മിച്ചൽ സ്റ്റാർക്കാണ്. നോക്കാം നമുക്ക്. ഗില്ലിൻ്റെ ഒരു പ്രകടനം 1764 റൺസാണ് അദ്ദേഹം ഇൻ്റർനാഷണൽ ക്രിക്കറ്റിൽ ഈ വർഷം നേടിയിട്ടുള്ളത്. രണ്ടാമത്, അതായത് ഇൻ്റർനാഷണൽ ക്രിക്കറ്റിൽ ഈ വർഷം ഏറ്റവും അധികം റൺസ് അടിച്ചത് ശുഭ്മൻ ഗില്ലാണ്. രണ്ടാമതാണ് ഷായ് ഹോപ്പ്, 1760 റൺസ് കട്ടക്ക് അദ്ദേഹം കളിച്ചിട്ടുണ്ട്. ജോ റൂട്ട് മൂന്നാമത്, 1613 റൺസ്. അപ്പോൾ അതാണ് ഗില്ലിൻ്റെ ഒരു കാര്യം. അപ്പോൾ ഗില്ല് 2023 ഇൻ്റർനാഷണൽ ക്രിക്കറ്റിൽ മോസ്റ്റ് റൺസ് അദ്ദേഹത്തിനായിരുന്നു. 2025 ആ നേട്ടം അദ്ദേഹം ആവർത്തിക്കുന്നു. എ ചാമ്പ്യൻ ഇൻ മേക്കിംഗ് എന്ന് തന്നെ പറയണം. ഗില്ല് ആ രൂപത്തിലാണ് വളർന്നു വരുന്നത്. എന്നാൽ മിച്ചൽ സ്റ്റാർക്കിൻ്റെ പ്രകടനമോ? 35കാരനായിട്ടുള്ള മിച്ചൽ സ്റ്റാർക്ക് 2025 ടെസ്റ്റ് പ്രകടനം മാത്രം നമ്മൾ എടുത്താൽ 55 വിക്കറ്റുകൾ, 284 റൺസ് അദ്ദേഹം ബാറ്റ് കൊണ്ട് നേടുകയും ചെയ്തു. 5 വിക്കറ്റ് നേട്ടങ്ങൾ, 3 50s അദ്ദേഹം നേടുകയുണ്ടായി. സോ 35ാമത്തെ വയസ്സിൽ സ്റ്റാർക്ക് എല്ലാം നേടിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഈ ഡിസേർവ്സ് ദി ടെസ്റ്റ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ അവാർഡ്. അതൊരു യാഥാർത്ഥ്യമാണ്, അത് അംഗീകരിച്ച് പറ്റൂ. പക്ഷേ ഇതിലെന്ത് സംഭവിക്കുമെന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണാം. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി പറയട്ടെ. ഇപ്പോൾ ഇത്തവണ ആഷസിലെ 4 ടെസ്റ്റ് മത്സരങ്ങൾ കഴിഞ്ഞു. 3 ഓസ്ട്രേലിയ വിജയിച്ചു. ഇപ്പോൾ ഒരു ടെസ്റ്റ് ഇംഗ്ലണ്ട് വിജയിച്ചിരിക്കുകയാണ്. ഈ വർഷം ആഷസ് സീരീസിൽ 2 ടെസ്റ്റ് മത്സരങ്ങൾ 2 ദിവസം കൊണ്ട് തീർന്നു. ഇപ്പോൾ ഓസ്ട്രേലിയയിൽ ടെസ്റ്റ് മത്സരങ്ങളുടെ ചരിത്രമെടുത്താൽ 2 ദിവസം കൊണ്ട് മത്സരങ്ങൾ അവസാനിച്ചത് വെറും 4 തവണയാണ്. അതിൽ 2 തവണ സംഭവിച്ചത് ഈ ആഷസിലാണ്. അതായത് ഓസ്ട്രേലിയ വേഴ്സസ് വെസ്റ്റ് ഇൻഡീസ് മത്സരം മെൽബണിൽ 1931 2 ദിവസം കൊണ്ട് അവസാനിച്ചിരുന്നു. ഓസ്ട്രേലിയ വേഴ്സസ് സൗത്ത് ആഫ്രിക്ക മത്സരം ബ്രിസ്ബെയിനിൽ 2022 2 ദിവസം കൊണ്ട് അവസാനിച്ചിരുന്നു. ദെൻ ഇത് ഓസ്ട്രേലിയ വേഴ്സസ് ഇംഗ്ലണ്ട്. ഈ ആഷസ് സീരീസിൽ പെർത്തിൽ 2 ദിവസം കൊണ്ട് അവസാനിച്ചു, ഓസ്ട്രേലിയ ജയിച്ചു. എന്നാൽ ഓസ്ട്രേലിയ വേഴ്സസ് ഇംഗ്ലണ്ട് മെൽബണിൽ ഇന്ന് 2 ദിവസം കൊണ്ട് കളി അവസാനിക്കുമ്പോൾ വിജയികൾ ഇംഗ്ലണ്ടാണ്. പഴയ കഥ അവിടെ നിൽക്കട്ടെ, ഇക്കഥ ഒന്ന് പറയട്ടെ. ഈ 2 ദിവസം കൊണ്ട് ടെസ്റ്റ് ഒരു സീരീസ് 2 വട്ടമൊക്കെ തീരുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്ത അവസ്ഥയാണ്. അപ്പം പിച്ച് സൂപ്പർ കിടിലം പോരാട്ട വീര്യം, എന്തൊരു തീ പറക്കുന്ന ബൗളിങ്ങാണ്, വാവ് 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 കൈയടിക്കും. സായിപ്പിൻ്റെ കളി കാണുമ്പോൾ കൈയടിക്കും. നമ്മുടെ നാട്ടിൽ ഇവിടെ സ്പിൻ പിച്ച് ഒരുക്കുമ്പോൾ 2 ദിവസം കൊണ്ടോ 3 ദിവസം കൊണ്ടോ കളി തീർന്നാൽ അയ്യേ എന്താണ് കുഴി കുത്തി വെച്ചിരിക്കുന്നു. ഇതിനാണ് ഡബിൾ സ്റ്റാൻഡേർഡ് എന്ന് പറയുക. ടെസ്റ്റ് ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ പേസ് ബൗളിങ്ങിന് മാത്രമല്ല അനുകൂലമാവുക, സ്പിൻ ബൗളിങ്ങിന് അനുകൂലമായിട്ടുണ്ടാവും. ഓരോ കണ്ടീഷനും വ്യത്യസ്തമായിരിക്കും. എല്ലാ ടീമുകളും അവരവരുടെ ഹോം കണ്ടീഷൻ മുതലെടുക്കാനാണ് ശ്രമിക്കുക. നമ്മളിപ്പോൾ ഇവിടെ നമ്മുടെ ഹോം കണ്ടീഷൻ സ്പിൻ ബൗളിങ്ങിന് അനുകൂലമാക്കി മുതലെടുക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും വിജയിക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ സമീപകാലത്ത് കുറച്ച് മത്സരങ്ങൾ തോറ്റിട്ടുണ്ട്. ഓസ്ട്രേലിയ ഇപ്പോൾ അതിനനുസരിച്ച് ഉണ്ടാക്കിയിട്ട് ഈ കളി അവരും തോറ്റു. അപ്പോൾ അതങ്ങനെയാണ് കാണേണ്ടത്. ഇപ്പോൾ ആർക്കും പിച്ചിനെ കുറിച്ച് അറിയാനില്ല എന്നുള്ളത് വല്ലാത്തൊരു ഡബിൾ സ്റ്റാൻഡേർഡാണ്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.